നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവത്സര ആഘോഷ കാഴ്ചകൾ കാണണമെങ്കിൽ UAE വരണം. വെറുതെ പറയുന്നതല്ല. ഇത്തവണത്തെ പുതുവത്സര ആഘോഷം ഒന്ന് കണ്ടാൽ അത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാകും. UAE വിവിധയിടങ്ങളിലായി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ പുതുവത്സര ആഘോഷത്തിൽ നടന്നത്. UAE പുതുവർഷ കാഴ്ചകൾ എന്നും വിസ്മയിപ്പിക്കാറുണ്ട്. ഓരോ വർഷവും ആഘോഷങ്ങളിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ള രാജ്യം ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഭൂമിയിലും ആകാശത്തും വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് UAE പുതുവർഷത്തെ വരവേറ്റത്. രാജ്യമെങ്ങും ആഘോഷ പരിപാടികളും കരിമരുന്ന് പ്രയോഗങ്ങളും നിറഞ്ഞു നിന്നു. അബുദാബി, റാസൽ ഖൈമ എമിറേറ്റുകളിലെ വെടിക്കെട്ട് റെക്കോർഡുകളിൽ ഇടം പിടിച്ചു. അബുദാബിയിൽ 53 മിനിറ്റ് നീണ്ട വെടിക്കെട്ടാണ് അരങ്ങേറിയത്. 6000-ഓളം ഡ്രോണുകൾ അണിനിരുന്ന ഡ്രോൺ ഷോയും വിസ്മയ കാഴ്ചയായിരുന്നു. ൽ 40 മിനിറ്റ് നീണ്ട വെടിക്കെട്ടിലൂടെയും 5000-ലേറെ ഡ്രോണുകളെ വിന്യസിച്ചു നടത്തിയ ഷോയിലൂടെയും രചിച്ച റെക്കോർഡുകളാണ് 2025 വരവേൽക്കുന്ന ആവേശകരമായ ആഘോഷത്തിലൂടെ അബുദാബി തിരുത്തിക്കുറിച്ചത്. ഒന്നും രണ്ടുമല്ല, 6 റെക്കോർഡുകളാണ് ഇത്തവണ അബുദാബി സ്വന്തമാക്കിയത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, കരാമ, ബർദുബായ്, അൽസീഫ് സ്ട്രീറ്റ്, പാം അറ്റ്ലാന്റിസ്, ജുമൈറ, ഹത്ത തുടങ്ങി ദുബായിയുടെ 36 ഇടങ്ങളിലാണ് വെടിക്കെട്ടോടെ ആഘോഷമൊരുക്കിയിരുന്നത്. ബുർജ് ഖലീഫയിലെ പുത്തൻ ലേസർ ഷോയും വെടിക്കെട്ടും ഉൾപ്പെടെ ലോകോത്തര കാഴ്ചകൾ വേറെയും. റാസൽ ഖൈമയിൽ 2 ഗിന്നസ് റെക്കോർഡുകളാണ് പിറന്നത്. ഡ്രോണുകൾ കൊണ്ട് തീർത്ത മരത്തിന്റെയും മുത്തുച്ചിപ്പിയുടെ രൂപങ്ങൾക്കാണ് റെക്കോർഡ് ലഭിച്ചത്. അൽ മർജാൻ ഐലൻഡിനും അൽ ഹംറ വില്ലേജിനും ഇടയിലെ കടൽ തീരത്ത് 4.7 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരുന്നു പൈറോ മ്യൂസിക്കൽ ഡിസ്പ്ലേകൾക്കൊപ്പം വർണ്ണപ്രപഞ്ചം തീർത്തത്. കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന പ്രകടനത്തിനൊപ്പം ലേസർ, ഡ്രോൺ, ക്രിയേറ്റീവ് സാങ്കേതികവിദ്യ സംയോജനത്തിലൂടെ റാസൽ ഖൈമയുടെ പ്രകൃതിയും പൈതൃകവും സംസ്കാരവും പ്രതീകാത്മക ചിഹ്നങ്ങളും വാനിൽ തെളിഞ്ഞത് രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും വിളംബരം ചെയ്യുന്നതായി. സന്ദർശകർക്കും തദ്ദേശീയർക്കും മുന്നിൽ അവിസ്മരണീയമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാനായതിൽ റാക്ക് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് അഭിമാനമുണ്ടെന്ന് CEO റാക്കി ഫിലിപ്സ് പറഞ്ഞു. Tonight, Ras Al Khaimah has once again dazzled the world with a record-breaking drone and fireworks display. I'm so excited to announce this marks the 6th year in a row our New Year's Eve show has set 2 Guinness World Records titles. We are even more proud that it delivered an amazing visual experience that celebrated our natural landscapes, rich culture, and bold ambitions. With the theme, Our Story in the Sky, the show was a tribute to the journey that brought us here. ഗിന്നസ് റെക്കോർഡിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസൃതമായ പരിശോധനയും കൃത്യതയും ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് റാസൽ ഖൈമയെ ഗിന്നസ് സാക്ഷ്യപത്രം സമ്മാനിച്ചതെന്ന് എമ്മ ബ്രെയിൻ പറഞ്ഞു. On behalf of Guinness World Records, it gives me great pleasure to announce that Ras Al Khaimah and the Ras Al Khaimah Tourism Development Authority have achieved 2 Guinness World Records titles for the largest aerial display of a tree formed by multi-rotors drones and the largest aerial image of a seashell formed by multi-rotors drones. Congratulations, Ras Al Khaimah. You are officially amazing.
The vibe is really good here. Everyone's dancing, enjoying. It's really nice. It's an amazing experience all around. ആയിരങ്ങളായിരുന്നു ഓരോ ഇടങ്ങളിലെയും കാഴ്ചകൾ കാണാനായി എത്തിയിരുന്നത്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് വരുന്നത്. ഷാർജ, ദുബായിൽ നിന്ന് എല്ലാണ്ട് കുറേ ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ദുബായിൽ നിന്നുണ്ട്, അജ്മാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്ലല്ല, നമ്മളിപ്പോൾ 3 പ്രാവശ്യമാണ്. ഉച്ചേറെ കൽപ്പേന്ന് വരുന്നത്, ആദ്യമായിട്ട് ഫസ്റ്റ് വരുന്നത്. നല്ല അടിപൊളി പരിപാടിയായിട്ട് കാണപ്പെടുന്നത്. ഞങ്ങളൊക്കെ 5 വർഷം വന്നിരുന്നത്, ഇപ്പോൾ വർഷം ഒന്നുകൂടി വെൽ ഓർഗനൈസ്ഡ് ആണ്. നല്ല സൗകര്യമുണ്ട്, ചെയ്യാനും എല്ലാം വരാനും എല്ലാം എളുപ്പമായിരുന്നു. ഫാമിലി എല്ലാവരും കൂടിയാണോ? അതെ അതെ, എല്ലാവർക്കും ഫാമിലി ആയിട്ട് തന്നെ വരുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് ഇവിടെ. കൂടുതൽ നേരത്തെ വരാറുണ്ട്. ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ഇവിടെ എത്താറുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് എല്ലാ പരിപാടികളും, ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തന്നെ വരാറുണ്ട്. എന്തായാലും ഏകദേശം നേരം വെളുത്തിട്ടൊക്കെ ആയിരിക്കാം പോവുക. ഇവിടെ തന്നെ റാസൽ ഖൈമ ഗവൺമെൻറ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ പാർക്കിംഗ് ഫെസിലിറ്റി, പിന്നെ എന്താ പറയുക, ടോയ്ലറ്റ് എല്ലാ ഫെസിലിറ്റി ഉണ്ട്. സോ അതെ അതെ, ഞങ്ങൾ ഉമ്മൽക്കോയിലിന് ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ അവർക്ക് വർക്കൊക്കെ കാരണം വരാൻ പറ്റുന്നില്ല. അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു. നന്നായി എൻജോയ് ചെയ്യുന്നു. കാലാവസ്ഥ ഇപ്പോൾ തണുപ്പാണ്, അടിപൊളിയാണ്. പിന്നെ സ്പെഷ്യലി നല്ല പാർട്ടി നടക്കുകയാണ്, പാർട്ടി മൂഡാണ്. ഏത് വൈബ് പൊളി മൂഡ്. 4 വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പ്രാവശ്യം വരുന്നുണ്ട്. അടിപൊളിയാണ്, നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്കായി പുതുവത്സരാഘോഷം ഒരുക്കി ദുബായ് താമസ കുടിയേറ്റ വകുപ്പും വ്യത്യസ്തമായി. നേട്ടങ്ങൾ ആഘോഷിക്കുന്നു, ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിൽ ദുബായിലെ 5 ഇടങ്ങളിലായിരുന്നു വ്യത്യസ്തമായ പരിപാടി നടന്നത്. ദുബായ് അൽഖൂസായിരുന്നു പ്രധാന വേദി. വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ പരിപാടി പുലർച്ചെ വരെ നീണ്ടുനിന്നു. ആഘോഷരാവിന് ആവേശം പകർന്നുകൊണ്ട് നടിയും മോഡലുമായ പൂനം പാണ്ഡെ, ഗായിക കനീക കപൂർ, നടന്മാരായ റോമൻ ഖാൻ, വിശാൽ കോട്ടിയൻ, ഗായകൻ രോഹിത് ശ്യാം റൌട്ട് തുടങ്ങിയവരുടെ കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറി. താമസ കുടിയേറ്റ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ, GDRFA ദുബായിയുടെ വർക്ക് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഡോക്ടർ അലി അബ്ദുള്ള ബിൻ നജീഫ്, ലഫ്റ്റനന്റ് കേണൽ ഖാലിദ് ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊഴിലാളികളോടുള്ള നന്ദിയുടെയും അഭിനന്ദനത്തിന്റെയും സന്ദേശമാണ് പ്രത്യേക പരിപാടി ഒരുക്കിയതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. കാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്കൂട്ടറുകൾ, വിമാന ടിക്കറ്റുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങി 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു. ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയായിരുന്നു അധികൃതർ പുതുവർഷാഘോഷങ്ങൾ ക്രമീകരിച്ചിരുന്നത്. വിവിധ എമിറേറ്റുകളിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് 1400 ബസ്സുകൾ കൂടുതൽ വിന്യസിച്ചായിരുന്നു RTA പുതുവത്സര രാവിലെ യാത്രകൾ ക്രമീകരിച്ചത്. അതോടൊപ്പം മെട്രോയും ട്രാമും 43 മണിക്കൂർ നോൺ സ്റ്റോപ്പ് സർവീസും നടത്തിയിരുന്നു. 25 ലക്ഷത്തിലധികം ആളുകളാണ് പുതുവർഷ തലേന്ന് പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചതെന്നാണ് ദുബായ് RTA അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 9.3% വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലായി 11 ലക്ഷത്തിലധികം യാത്രക്കാർ സഞ്ചരിച്ചു. ദുബായ് ട്രാം 55,000-ലധികം ആളുകളും, ബസ്സുകൾ 4 ലക്ഷത്തിലധികം ആളുകളും, 5 ലക്ഷത്തിലധികം ആളുകൾ ടാക്സികളിലൂടെയും യാത്ര ചെയ്തു. സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ വഴി 80,000-ലധികം യാത്രക്കാരാണ് സഞ്ചരിച്ചത്. 1 ലക്ഷത്തിലധികം ആളുകൾ ഹെയിലിംഗ് വാഹനങ്ങളിലൂടെയും 1238 യാത്രക്കാർ ഷെയറിംഗ് ഗതാഗത വാഹനങ്ങളിലും പുതുവത്സരാഘോഷ വേദികളിലേക്ക് സഞ്ചരിച്ചതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി സേവനങ്ങൾ നൽകാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് RTA അറിയിച്ചു. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും രാജ്യമെങ്ങും ഏർപ്പെടുത്തിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും 100 കണക്കിന് പോലീസുകാരെയും വിന്യസിച്ചു. പ്രദേശത്തുടനീളം 33 സുരക്ഷാ ടെന്റുകളും അധികൃതർ വിന്യസിച്ചിരുന്നു. 10 ആശുപത്രികളുടെ പിന്തുണയോടെ ദുബായിൽ അടിയന്തര പരിചരണത്തിനുള്ള വിപുലമായ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ദുബായ് സിവിൽ ഡിഫൻസും മറ്റ് സംവിധാനങ്ങളും സർവ്വസജ്ജമായി നേരത്തെ തന്നെ നിലയുറപ്പിച്ചതും ആഘോഷത്തിനെത്തിയവർക്ക് ആത്മവിശ്വാസം പകർന്നു. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി നിറവേറ്റാനും ഈ കാലയളവിൽ സാധിച്ചുവെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് എമർജൻസി, നോൺ എമർജൻസി ലൈനുകൾ വഴി 24,000-ലധികം കോളുകൾ ലഭിച്ചതായി ദുബായ് പോലീസ് വ്യക്തമാക്കി. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് 22,000 കോളുകൾ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചതായും 901 കോൾ സെന്റർ 2,117 അടിയന്തര കോളുകൾ കൈകാര്യം ചെയ്തതായും ഡയറക്ടർ മേജർ യാക്കൂബ് അൽ സുറൂഷ് അറിയിച്ചു.
കൂടാതെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെ 398 തത്സമയ ചാറ്റ് അന്വേഷണങ്ങളും ജീവനക്കാർ കൈകാര്യം ചെയ്തു. അപകടങ്ങൾ ഏതുമില്ലാതെ പുതുവത്സര രാവ് അവിസ്മരണീയമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് UAE. അടുത്ത വർഷം ഇതിലും കൂടുതൽ ആഘോഷമാക്കാനുള്ള ഒരുക്കം ഇപ്പോൾ തന്നെ തുടങ്ങിയും കഴിഞ്ഞു. വിസ നിയമലംഘകർക്ക് വലിയ ആശ്വാസമായിരുന്ന പൊതുമാപ്പ് കാലയളവ് അവസാനിച്ചിരിക്കുകയാണ്. 4 മാസ കാലയളവിനിടെ 2.5 ലക്ഷത്തിലധികം ആളുകളാണ് പൊതുമാപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തിയത്. നിരവധി ഇന്ത്യക്കാർക്കും പൊതുമാപ്പ് മൂലം പുതുജീവനാണ് ലഭിച്ചത്. നിയമലംഘകർക്കായി UAE പ്രഖ്യാപിച്ച കരുണയുടെ 4 മാസങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. പല പ്രശ്നങ്ങളാൽ വിസ നിയമലംഘനങ്ങളെ തുടർന്ന് UAE തുടരേണ്ടി വന്ന ആയിരക്കണക്കിന് ദിർഹം ഫൈൻ ഉണ്ടായിരുന്ന പ്രവാസികൾക്ക് നിയമലംഘനങ്ങളിലെ പിഴ ഒഴിവാക്കി പുതുജീവിതം ആരംഭിക്കാനായി അനുവദിച്ച പൊതുമാപ്പിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രവാസികൾ മനസ്സു നിറഞ്ഞ് UAEയോട് നന്ദി അറിയിക്കുകയാണ്. വിസ കാലാവധി കഴിഞ്ഞും UAE തുടരുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുമായി സെപ്റ്റംബർ 1 മുതലായിരുന്നു UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. 2 മാസത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പിന്നീട് ഡിസംബർ 31 വരെ നീട്ടുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പൊതുമാപ്പ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് താമസ കുടിയേറ്റ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയാണ്. ദുബായിൽ മാത്രം ഇതുവരെ 2,36,000-ഓളം ആളുകളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തിയത്. ഇതിൽ 55,200 ആളുകൾക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകി. 41,000 പേർ ഇതിനകം തന്നെ രാജ്യം വിട്ടുകഴിഞ്ഞു. 1.8 ലക്ഷത്തിലേറെ പേർ രേഖകൾ ശരിയാക്കി പുതിയ വിസയിൽ UAE തുടരുന്നതായും അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയുടെ ഗുണഫലം അനുഭവിച്ചവരിൽ ഇന്ത്യക്കാരും ഏറെയായിരുന്നു. 15,000 ഇന്ത്യൻ പ്രവാസികളാണ് പൊതുമാപ്പ് ആനുകൂല്യം സംബന്ധിച്ച സേവനം ആവശ്യപ്പെട്ട് ദുബായ് കോൺസുലേറ്റിനെ സമീപിച്ചത്. ഇവരിൽ 3,700 പേർ നാട്ടിലേക്ക് മടങ്ങാൻ എക്സിറ്റ് പാസും കൈപ്പറ്റി. പാസ്പോർട്ട് നഷ്ടപ്പെട്ട 2,117 പേർക്ക് പുതിയ പാസ്പോർട്ട് നൽകിയതായി കോൺസുലേറ്റ് തന്നെ വ്യക്തമാക്കി. 3,586 പേർക്ക് താൽക്കാലിക പാസ്പോർട്ടായ എമർജൻസി സർട്ടിഫിക്കറ്റും നൽകി. നിരവധി പേർക്ക് ഫീസ് ഇളവുകളും മറ്റു ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ സാധിച്ചുവെന്നും കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവർക്ക് സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെ 4 മാസക്കാലമാണ് UAE പൊതുമാപ്പ് അനുവദിച്ചത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സേവന പരിധിക്ക് കീഴിൽ വരുന്ന ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫിജൈറ എന്നിവിടങ്ങളിൽ നിന്ന് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയവരുടെ കണക്കുകളാണ് കോൺസുലേറ്റ് പങ്കുവച്ചത്. പൊതുമാപ്പ് കാലത്ത് സന്നദ്ധ പ്രവർത്തകർ സേവനത്തിനായി രംഗത്തെത്തിയതിന് കോൺസുലേറ്റ് അവർക്ക് പ്രത്യേകം നന്ദിയും അറിയിച്ചു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ വീണ്ടും ഇവിടെ നിയമലംഘകരായി കഴിയുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകൾ അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് മുഴുവൻ പിഴയും അടയ്ക്കേണ്ടതായും വരും. അതോടൊപ്പം ആജീവനാന്ത വിലക്കേർപ്പെടുത്തി ഇവരെ നാടുകടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. Thank you all for coming today and sharing your experience of life with us. I think, as we said through the press conference, that we are one team. We are partners together. We should share our information together. I have to thank all of you. Amnesty is going to finish already 4 months. Before everything, we have to thank Allah
And after that, we have to thank our President, His Highness Sheikh Mohammed bin Zayed Al Nahyan, the President of United Arab Emirates, His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President of United Arab Emirates, Prime Minister, ruler of Dubai, whom they support this amnesty and whom they took the action for this amnesty. In the end, and since as we are closing the 4 months, we are very happy for the results. It's extremely amazing. We should calculate the result, the benefits for everyone. Most of them, 100% of them are happy. ഖത്തറിലെ ഒരു വിസ്മയകരമായ ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. ആംഫി തിയേറ്ററുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലം. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒരു സ്ഥലത്ത് കാണണമെങ്കിൽ ഇവിടെ എത്തിയാൽ മതി. ലോകത്തെ സംസ്കാരങ്ങൾ മുഴുവൻ ഒരു ഗ്രാമത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലേക്ക് ആവാഹിക്കുക. അതാണ് ഖത്തറിലെ കത്താറ സാംസ്കാരിക ഗ്രാമത്തിൻ്റെ സങ്കല്പം. അലങ്കാര ചെടികളും മനുഷ്യനിർമ്മിത കുന്നിൻമുകളിൽ പച്ച പുതച്ചു നിൽക്കുന്ന പുൽത്തകടിയുമൊക്കെയാണ് കത്താറയിലേക്ക് കടക്കുമ്പോഴുള്ള ആദ്യ കാഴ്ച. അകത്തേക്ക് കടന്നാൽ സങ്കീർണമായ ഇടനാഴികളും കല്ല് പാകിയ നടപ്പാതകളുമൊക്കെയുള്ള മറ്റൊരു ലോകം കാണാം. ദോഹയുടെ തീരത്ത് കടൽ നികത്തി നിർമ്മിച്ച ഈ സാംസ്കാരിക ഗ്രാമം 2010 തുറന്നത് മുതൽ ഖത്തറിൻ്റെ സർഗസൃഷ്ടികളുടെ തുടിപ്പായി മാറിയിട്ടുണ്ട്. ദോഹയെ ആഗോള സാംസ്കാരിക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കത്താറ ഗാലറികളുടെയും തിയേറ്ററുകളുടെയും കച്ചേരി ഹാളുകളുടെയും സമന്വയമാണ്. വേനലെന്നോ വസന്തമെന്നോ വ്യത്യാസമില്ലാതെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾ ഈ ഗ്രാമത്തെ സജീവമാക്കുന്നു. ദോഹയിലെ അമ്പരചുംബികൾ നിലകൊള്ളുന്ന വെസ്റ്റ് ബേയുടെയും കൃത്രിമ ദ്വീപായ പേളിൻ്റെയും ഇടയിലായാണ് കത്താറയുടെ സ്ഥാനം. മണ്ണിൻ്റെ ഇളം മഞ്ഞ നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇവിടുത്തെ ഓരോ കെട്ടിടത്തിനും അതിൻ്റേതായ ശില്പഭംഗിയുണ്ട്. പ്രാദേശികമായ പരമ്പരാഗത നിർമ്മാണ രീതികൾക്കൊപ്പം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാസ്തുശില്പവിദ്യയും നിർമ്മാണത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഇടനാഴികൾ നിറഞ്ഞ സങ്കീർണമായ കെട്ടിട സമുച്ചയങ്ങൾ ഒരു വശത്ത് വിശാലമായ ഗ്രാനൈറ്റ് പാകിയ നടുമുറ്റത്തേക്കാണ് തുറക്കുന്നത്. മറുവശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കടൽത്തീര ഉല്ലാസ കേന്ദ്രമാണ്. ഡസൻ കണക്കിന് ഗാലറികളിലൂടെ കയറിയിറങ്ങിയാൽ പ്രാദേശികവും അന്തർദേശീയവുമായ കലാസൃഷ്ടികളും ആസ്വദിക്കാം. പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളും ശില്പങ്ങളും നിറഞ്ഞ ഈ ഗാലറികൾ ലോകത്തെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ചെറുപതിപ്പാണ്. പുറത്തേക്കിറങ്ങിയാൽ 1.5 കിലോമീറ്റർ നീളുന്ന കടൽ തീരത്ത് കുളിയും പെഡൽ ബോട്ടിങ്ങും ചെറുതോണിയിലുള്ള യാത്രയുമൊക്കെയായി
കുടുംബസമേതം ആസ്വദിക്കാനും സാധിക്കും. വർഷം തോറും നടക്കുന്ന യൂറോപ്യൻ ജാസ് ഫെസ്റ്റിവലും ചലച്ചിത്രമേളയും ഖത്താറയിലെ പ്രധാന ആകർഷണങ്ങളാണ്. നവംബറിൽ നടക്കുന്ന പരമ്പരാഗത പായ്ക്കപ്പൽ മേള ഖത്താറ തീരത്തെ ജനനിബിഡമാക്കുന്നു. ഫാൽക്കനുകളുടെ അന്താരാഷ്ട്ര പ്രദർശനവും 2 പെരുന്നാളുകളോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും ഖത്താറയെ സ്വദേശികളുടെയും വിദേശികളുടെയും ഇഷ്ടപ്പെട്ട വിനോദ കേന്ദ്രമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സാംസ്കാരിക ഗ്രാമത്തിലെത്തുന്നവരുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടലിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ആംഫി തിയേറ്റർ. 3275 ചതുരശ്ര മീറ്ററിൽ തീർത്ത ഈ മാർബിൾ നിർമ്മിതിക്ക് 5000-ഓളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള വിശാലതയുണ്ട്. പുരാതന ഗ്രീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ തിയേറ്ററിലെ മരത്തൂണുകളും ചിത്രത്തുന്നലുകളുമുള്ള മേലാപ്പും പരമ്പരാഗത അറബ് രീതികളെ കൂടി ഓർമ്മിപ്പിക്കും. ആംഫി തിയേറ്ററിൽ നിന്ന് ഏതാനും ചുവടുകൾ നടന്നാൽ ഒട്ടോമൻ മാതൃകയിൽ തീർത്ത ഗോൾഡൻ മസ്ജിദ് കാണാം. സ്വർണം പൂശിയ അതിന്റെ മിനാരങ്ങളുടെ മനോഹാരിതയിൽ ഖത്താറ സന്ദർശകരുടെ കണ്ണുടയ്ക്കാതിരിക്കില്ല. പ്രസിദ്ധ തുർക്കിഷ് വാസ്തുശില്പി സൈനബ് ഫാദിലോഗ്ലു രൂപകൽപ്പന ചെയ്ത ഖത്താറ മസ്ജിദ് മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഹരിത നീലത്തിലും മാന്തളിർ വർണ്ണത്തിലുമുള്ള കല്ലുകൾ പാകെ മരത്തിൻ്റെ കൊത്തുപണികളുള്ള ഈ മസ്ജിദ് ഖത്താറയിലെ മനോഹര കലാസൃഷ്ടികളിൽ ഒന്ന് തന്നെയാണ്. ഖത്താറയിലെത്തുന്ന ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട കേന്ദ്രമാണ് പിജിയൻ ടവറുകൾ. 15 മീറ്റർ ഉയരവും 4.25 മീറ്റർ വിസ്താരവുമുള്ള ഈ കൂറ്റൻ ടവറുകൾ ചുടുകട്ടയും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചവയാണ്. നിശ്ചിത അകലത്തിൽ തുളകളിട്ട് പക്ഷികൾക്കിരിക്കാവുന്ന രൂപത്തിൽ നിറയെ മരക്കമ്പുകൾ കുത്തിയിറക്കിയിട്ടുള്ള ഇവ അറബ് നാടുകളിൽ പ്രാവുകളുടെ വാസകേന്ദ്രങ്ങളാണ്. ഖത്തറിലെ ഏക ഒപ്പേറ ഹൗസും ഖത്താറയിലാണ്. പരമ്പരാഗത ഇസ്ലാമിക ഡിസൈനിൽ ആധുനിക നിർമ്മാണ രീതികൾ വിളക്കിച്ചേർത്ത ആംഫി തിയേറ്ററിൽ 550 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ലൈബ്രറികളും ലെക്ചർ ഹാളുകളും പെയിന്റിംഗ് മുതൽ അറബിക് കാലിഗ്രഫി വരെ വർക്ക്ഷോപ്പുകൾ നടക്കുന്ന മുറികളുമൊക്കെയായി കലയും സംസ്കാരവും ആഘോഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഖത്താറയ്ക്ക് സാംസ്കാരിക ഗ്രാമം എന്ന പേര് എല്ലാം കൊണ്ടും ചേരും. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.